السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي ولم يوح إليه شيء ومن قال سأنزل مثل ما أنزل الله. ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ അമ്പിയാക്കളുടെ അഥവാ പ്രവാചകന്മാരുടെ മാത്രം സവിശേഷതകളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവരുടെ പാപ സുരക്ഷിതത്വം, ഇസ്മത്തുൽ അംബിയ അഥവാ അംബിയാക്കളെല്ലാം മഅസൂമുകളാണ്, പാപ സുരക്ഷിതത്വം എന്ന പ്രത്യേകമായ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അംബിയാക്കളുടെ പ്രവാചകന്മാരുടെ മാത്രം ചില സവിശേഷതകൾ കൂടി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് അമ്പിയാക്കൾക്ക് മാത്രമാണ് അള്ളാഹു വഹ്യ് നൽകുന്നത്. വഹ്യ് നൽകപ്പെടുക എന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ നിഅമത്തും ഫളലുമാണ്. ആ ഫളല് അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ നൽകുന്നത്. അങ്ങനെ അവൻ തെരഞ്ഞെടുക്കുന്ന മഹാന്മാരായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾക്ക് മാത്രമാണ് അള്ളാഹു വഹ്യ് അതിന്റെ സാങ്കേതികമായ രൂപത്തിൽ നൽകിക്കൊണ്ടിരുന്നത്. ആരെങ്കിലും തനിക്ക് ഇപ്പോൾ വഹ്യ് ലഭിക്കുന്നുണ്ട് എന്നോ അതല്ലെങ്കിൽ അള്ളാഹു എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാം, അയാൾ വ്യാജനാണ്, അയാളും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ അത് ഗൗരവത്തോടെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വചനമാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സൂറത്തുൽ അൻആമിന്റെ 93-ാമത്തെ ആയത്ത്.
വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അല്ലാഹു വളരെ ഗൗരവത്തോടെ പറയാണ്, ഏറ്റവും കടുത്ത അക്രമി ആരാണുള്ളത്? ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അല്ലാഹുവിന്റെ മേൽ കള്ളം കെട്ടിപ്പറയുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അല്ലാഹുവിന്റെ മേൽ കളവ് പറയാ, അല്ലാഹു തആലയുടെ മേൽ വ്യാജം കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുക, അവനേക്കാൾ വലിയ അക്രമി വേറെ ആരാ ഉള്ളത്? ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ശൈഅ. അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? എന്താ അവൻ പറഞ്ഞത്? ഊഹിയ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്, എനിക്ക് വഹി ലഭ്യമായി കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് വഹി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നവനേക്കാൾ കടുത്ത അക്രമി വേറെ ആരുണ്ട്? വാസ്തവത്തിൽ വലം യൂഹ ഇലൈഹി ശൈഉൻ, അവനിലേക്ക് യാതൊന്നും വഹി നൽകപ്പെട്ടിട്ടുമില്ല. ഒരു വഹിയും നൽകപ്പെട്ടിട്ടില്ലാത്തവൻ തനിക്ക് വഹി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവനേക്കാളും കടുത്ത അക്രമി ആരാണുള്ളത്? വമൻ ഖാല സഉൻസിലു മിസ്ല മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയതുപോലെ ഞാനും ഇറക്കും എന്ന് പറയുന്നവനേക്കാളും കടുത്ത അക്രമി ആരാണ് വേറെയുള്ളത്? 3 കാര്യങ്ങൾ ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു. ഒന്ന്, അല്ലാഹു പറഞ്ഞിട്ടില്ലാത്തത് അവന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവൻ. രണ്ടാമത്തത്, ഒരു വഹിയും നൽകപ്പെട്ടിട്ടില്ല ഇന്ന് വരെ, എന്നിട്ടും അവൻ അവകാശപ്പെടുന്നു തനിക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തത്, അല്ലാഹ് ഇറക്കിയതുപോലൊക്കെ നിയമങ്ങളും കിതാബൊക്കെ ഇറക്കാൻ എനിക്കും കഴിയും എന്ന് പറയുന്നവൻ. ഇതൊക്കെ കടുത്ത അക്രമമാണ്, വലിയ അക്രമികളാണ് ഇവരൊക്കെ. ഇവരുടെയൊക്കെ അന്ത്യം, ഏത് അക്രമികളുടെയും അന്ത്യം അല്ലാഹു അതിന്റെ ഗൗരവം പറയാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വെപ്രാളത്തിന്റെ നേരത്ത് അക്രമികളായ ആളുകളെ നിനക്ക് കാണാം. നീ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ എത്ര ഭയങ്കരമാണ്. വൽ മലായികതു ബാസിതൂ ഐദീഹിം, അവരുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകാൻ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മാലാഖമാര് അവരുടെ സമീപത്ത് വന്നിട്ട് അവരുടെ കൈകൾ അവർ നിവർത്തി പരത്തി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരടിക്കുകയാണ്, അഖ്രിജൂ അൻഫുസകും, നിങ്ങളുടെ ആത്മാക്കളെ പുറത്തേക്ക് വരുത്തൂ എന്നവരോട് ആക്രോശിച്ചുകൊണ്ട് അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഏറ്റവും നിന്ദ്യതയുടെ ശിക്ഷയാണ് ഇന്നത്തെ ദിനം നിങ്ങൾക്ക് പ്രതിഫലമായി നൽകപ്പെടുന്നത്. എന്തേ കാരണം? ബിമാ കുൻതും തഖൂലൂന അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞു വന്നിരുന്നതിനാൽ. ഗൈറൽ ഹഖി, സത്യമല്ലാത്തത് നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞില്ലേ, എനിക്ക് വഹി കിട്ടുന്നുണ്ട്, ഞാനും ഇതുപോലെ തന്നെ ഇറക്കാൻ കഴിവുള്ളവനാണ് എന്നിങ്ങനെ പല കളവുകളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വകുൻതും അന്നായാതിഹി, നിങ്ങൾ ആ റബ്ബിന്റെ ആയത്തുകളിൽ നിന്നും തസ്തക്ബിറൂൻ, അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നവരുമായിരുന്നല്ലോ. അപ്പൊ ളാലിമീങ്ങളുടെ അന്ത്യം അത് വളരെ മോശമായിരിക്കും. ലോകത്ത് അങ്ങനെയല്ല, വഹീവാദികളും ലോകത്ത് അങ്ങനെയേ നശിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ പുറപ്പെട്ട അവിടുന്ന് ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അവിടുന്ന് പ്രഖ്യാപിച്ചു, 2 ആളുകൾ അതാ വരുന്നുണ്ട്. ഒന്ന് മുസൈലിമത്തുൽ കദ്ദാബും മറ്റൊന്ന് അസ്വദുൽ അനസിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്കും മുഹമ്മദിന് കിട്ടും പോലെ വഹി കിട്ടുന്നുണ്ടെന്ന് വാദിച്ച കള്ള നബിമാരായിരുന്നു അവര്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അവിടുന്ന് എന്താണ് കാണുന്നത്? അവിടുത്തെ കയ്യിലതാ 2 സ്വർണത്തിന്റെ വളകൾ കാണുന്നു. സ്വർണത്തിന്റെ 2 വളകൾ നബി തങ്ങൾ അവിടുത്തെ കൈകളിൽ അണിഞ്ഞതായി കാണുകയാണ്. ആ നേരത്ത് പ്രവാചകൻ അത് വല്ലാത്തൊരു വിഷമമായി. എന്താണ് എന്റെ കയ്യിൽ പൊന്നിന്റെ വളകൾ? ആ നേരത്ത് സ്വപ്നത്തിൽ തന്നെ റസൂലുള്ളാഹിനോട് കൽപ്പന, നീ അതിന്റെ 2 ഊതി നോക്കൂ. അങ്ങനെ ഞാനത് 2 ഊതിയപ്പോൾ അതങ്ങ് പാറിപ്പോയി, പറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വ്യാഖ്യാനവും സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. അതെന്താ?
ഈ കാലഘട്ടത്തിൽ തന്നെ പുറപ്പെടുന്ന രണ്ട് കള്ള നബിമാരാണ് അവര്. ഒന്ന് മുസൈലിമ, മറ്റൊന്ന് അസ്വദുൽ അനസി. അങ്ങനെ ലോകത്ത് ഒരുപാട് ആളുകൾ പിന്നെയും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലോകം അസ്തമിക്കുന്നതിന്റെ മുമ്പ് സലാസൂന ദജ്ജാലൂന കദ്ദാബൂന കുല്ലുഹും യദ്ദഈ അന്നഹു നബിയ്യുൻ ലാ നബിയ്യ ബഅദി. എല്ലാവരും വാദിക്കും, 30-30ഓളം ആളുകൾ വരും നബിയാണെന്ന് വാദിച്ചുകൊണ്ട്. എല്ലാവരും ദജ്ജാലുകളാണ്, കദ്ദാബുകളാണ്, പെരുങ്കള്ളം പറയുന്നവരാണ്, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് നബിത്വവാദികളാണെങ്കിലും ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഇല്ല. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് കൂടി വഹീ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യം പ്രതിഭാസം തന്നെ നിന്നുപോയി. ഇനി ഒരാൾ എനിക്ക് വഴി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും വലിയ പെരുങ്കള്ളനാണ്. നബിയാണെന്ന് വാദിക്കുന്ന ആളുകൾക്ക് പുറമെ പിഴച്ച കുറെ കക്ഷികൾ അവരോട് അള്ളാഹ് സംസാരിക്കുന്നുണ്ട്, ഈ കാലത്തും വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നബിത്വവാദികൾ മാത്രല്ല, കള്ള നബിമാര് മാത്രല്ല, പിഴച്ചുപോയ ചില കക്ഷികൾ, സൂഫികളെ പോലെയുള്ള പല ആളുകളും, പിഴച്ചുപോയ അതിരുകടന്ന കുറെ ആളുകൾ, അവരൊക്കെ ഇന്നും വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടേതായ നേതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിവിട്ടിട്ടുണ്ട്. അള്ളാഹു അവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് റബ്ബിങ്കൽ നിന്ന് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വാദിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അവര് പ്രത്യക്ഷത്തിൽ ഞങ്ങൾ നബിമാരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നേയുള്ളൂ. നബിമാർക്ക് കിട്ടും പോലെ വഹയി കിട്ടുന്നുണ്ട്, റബ്ബുമായിട്ട് ഹോട്ട് ലൈൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പഴച്ച കക്ഷികൾ സമൂഹത്തിൽ പണ്ടും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികളുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ റബ്ബിനെ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ആളുകൾ വരെ ലോകത്തുണ്ട്. അള്ളാഹിനെ നേരിട്ട് കണ്ടു, സ്വപ്നത്തിൽ കണ്ടു ഒക്കെ പറയുന്ന കക്ഷികൾ മാത്രല്ല, ഇങ്ങനെയുള്ള വാദക്കാർ ഏത് കാലഘട്ടത്തിലും ഉള്ളത് കൊണ്ടാണ് മഹാനായ ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അവിടുത്തെ അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ആരെങ്കിലും വാദിച്ചാൽ മുജാലസത്തല്ലാഹ്, ഞാൻ അള്ളയുമായിട്ട് വേദി പങ്കിട്ടു, ഞാൻ അള്ളാന്റെ കൂടെ ഇരുന്നവനാണ്, മുജാലസത്തുല്ലാഹ്, ഞാൻ അള്ളാന്റെ സദസ്സിലെത്തിയവനാണെന്നോ, വൽ ഉറൂജ് ഇലൈഹി, അവന്റെ അടുത്തേക്ക് എനിക്കും മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട് എന്നോ, മുകാലമത്തുഹു, അവനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നോ, അതല്ലെങ്കിൽ ആ റബ്ബ് ചില വ്യക്തികളിൽ ഇങ്ങ് അവതരിച്ചിട്ടുണ്ട് എന്നോ ഒക്കെ ആരെങ്കിലും വാദിച്ചാൽ ആരെപ്പോലെ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയാണ്, കഖൗലിൽ മുതസവ്വിഫ വൽ ബാത്തിനിയ്യ വൻ നസാറ വൽ ഖറാമിത, ഒക്കെ പഴച്ച കക്ഷികൾ. ഇവരൊക്കെ സൂഫികൾ, ബാത്തിനിയാക്കൾ, നസാറാക്കൾ, ഖറാമിത്ത കക്ഷി പോലെയുള്ളവരൊക്കെ വാദിക്കും പോലെ. കാരണം അദ്ദേഹം അതിന്റെ മുമ്പേ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ഫദാലിക കുല്ലുഹു കുഫ്റുൻ ബിഇജ്മാഇൽ മുസ്ലിമീൻ, ലോക മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമനുസരിച്ച് ഇതൊക്കെ വാദിക്കുന്ന ആളുകൾ കാഫിറുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നോട് റബ്ബ്, പലരും അവർ വാദിച്ച പല വാചകങ്ങൾ കാണാം. പല ആളുകളും ഇവരൊക്കെ ഹദീസുകള് മരിച്ചുപോയ പിന്നീടുള്ള സഹാബിമാരിൽ നിന്ന് കേട്ടു, ശേഷക്കാര് കേട്ടു, ഇവർക്ക് കിട്ടുന്ന ഇൽമുകളൊക്കെ മയ്യിത്തന്നൻ മയ്യിത്തിൻ, ഒരു മയ്യത്ത് മറ്റൊരു മയ്യത്തിൽ നിന്നും ഒക്കെ മരിച്ചുപോയോരാ, അവരുടെ നിന്നുള്ള ഇൽമാപ്പ ഇവരടുത്തൊക്കെ ഉള്ളത്. അതേ അവസരത്തിൽ അവരുടെ കയ്യിലോ ഞങ്ങൾ ഇൽമ സ്വീകരിക്കുന്നത് അഖദ്നാ ഇൽമനാ മിനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അള്ളാന്റെ അടുക്കൽ നേരിട്ടാ ഞങ്ങൾക്ക് ഇൽമ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ലദുന്നിയായ ഇൽമ. അള്ളാന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ വിവരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് ഒരു മസാല ചോദിച്ചു. അദ്ദേഹം തന്റെ കോവർ കഴുതയുടെ പുറത്തങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ പോയിട്ട് അയാളോട് ഒരു മസാല ചോദിച്ചപ്പോ അദ്ദേഹം തലയങ്ങ് താഴ്ത്തി, മൗനം പാലിച്ചു. കുറച്ചു നേരം ഭൂമിയിലേക്ക് ഇങ്ങനെ തല താഴ്ത്തിരുന്നു. പിന്നെ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞിട്ട് തല പൊക്കിയിട്ട് പറഞ്ഞു, എന്താപ്പ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദ്യകർത്താവ് ചോദിച്ചപ്പോ അയാള് പറയാണ്, നീ എന്നോട് ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് അതിനെപ്പറ്റി ഒരു ഇൽമുമില്ലായിരുന്നു, എനിക്ക് ആ ചോദിച്ച മസ്അലയെ സംബന്ധിച്ച് എനിക്കൊരു അറിവും പിടിപാടും ഇല്ലായിരുന്നു. അങ്ങനെ ഫതസഫഹ്തു കുതുബൽ മശ്രിഖി വൽ മഗ്രിബ് ഫലം അദ്ഫർ ബിഹാ, ഞാൻ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എഴുതപ്പെട്ട കിതാബുകൾ മുഴുവൻ ഞാൻ പരിശോധിച്ചു. ഇവിടെ ഇരുന്നിട്ടേ എല്ലാം ഞാൻ പരിശോധിച്ചു. അതിലൊന്നും നീ ചോദിച്ച മസ്അലക്കുള്ള ജവാബ് മറുപടി ഞാൻ കണ്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ആരാ, സുമ്മ നദർതു ലൗഹൽ മഹ്ഫൂദ്, ഞാൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി. ഏതാ ലൗഹുൽ മഹ്ഫൂദ്? ആലോചിച്ചു നോക്കണം. അഖീദയിൽ മനുഷ്യൻ അതപ്പതിച്ചു പോകുന്ന അബദ്ധങ്ങൾ.
അതിലേക്ക് നോക്കി ഫലം മജിദഹ, അവിടെ എനിക്ക് വിവരം കിട്ടിയില്ല, അവിടുന്നും എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അവിടെയുമില്ല. സുമ്മ അഖ്ബറനി ഖൽബി അൻ റബ്ബി, പിന്നെ എന്നോട് എന്റെ റബ്ബ് സംസാരിച്ചു. എന്റെ റബ്ബിങ്കൽ നിന്ന് എനിക്ക് കൃത്യമായുള്ള വിവരം കിട്ടി. അതല്ലെങ്കിൽ നസല ബിഹാ മലക്കുൻ, ആ വിവരവും കൊണ്ടൊരു മലക്കന്റെ അടുക്കൽ ഇറങ്ങി വന്നു. വഹീ എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. ആ രൂപത്തിലൊക്കെ ധാരാളം ധാരാളം ഉദ്ധരണികൾ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം പിഴച്ച കക്ഷികളുടേതായ ഗ്രന്ഥങ്ങളിൽ. അതൊന്നും അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയും വിശ്വാസവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നമ്മുടെ നാടുകളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകളിലും മാലപ്പാട്ടുകളിലും വരെ ഈ നിലക്കുള്ള വിശ്വാസങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു എന്ന് പറയപ്പെടുന്ന വരികളാണ് മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്ന മാലയിലുള്ളത്. അതിലുള്ള ചില വരികളിൽ നമുക്കിത് കാണാം. അദ്ദേഹം പറയാണ്, ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ അമാനില്ലാതെന്നോവർ, ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ, അനുവാദം വന്നാൽ പറവാൻ ഞാൻ എന്നോവർ. ശൈഖ് ജീലാനി പറയാണ് പോലും, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറയാന്ന് പറഞ്ഞിട്ട് ഈ മാലപ്പാട്ടിൽ പറയാണ്, ചൊല്ലിയില്ല ഞാനൊന്നും പറയാറില്ല എന്നോട് ചൊല്ലാതെ. എന്നോട് ചൊല്ലാതെ ഞാനൊന്നും ചൊല്ലാറില്ല. ഞാൻ എന്ത് പറയുമ്പോഴും അള്ളാഹ് ചൊല്ലാൻ പറഞ്ഞതേ ഞാൻ ചൊല്ലാറുള്ളൂ. ഇത് ആർക്കാ പറയാൻ സാധിക്കുക? മഹാന്മാരായ പ്രവാചകന്മാർക്കല്ലാതെ സാധിക്കുമോ? റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ചല്ലേ അങ്ങനെ പറഞ്ഞത്? وما ينطق عن الهوى إن هو إلا وحي يوحى. അവിടുന്ന് സ്വേച്ഛപ്രകാരമൊന്നും സംസാരിക്കാറില്ല, അവിടുത്തേക്ക് ബോധനം നൽകപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അതേ കാര്യമാണ് ഇപ്പോ ശൈഖിനുണ്ട് എന്ന് അവകാശപ്പെട്ടത്. അണികൾ അങ്ങനെയാണ് ചാർത്തിക്കൊടുത്തത്. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ. പിന്നെ അള്ളന്നോടാൻ പറയുമ്പോഴാ ഞാൻ ചൊല്ലലെന്ത്? അള്ളന്നോട് പറയും, ചൊല്ല്, പറഞ്ഞോളൂ, ചൊല്ലിക്കോളൂ, നീ എന്റെ അമാനിൽ, നിനക്ക് എന്റെ നിർഭയത്തുണ്ട്, ധൈര്യമായിട്ട് സംസാരിച്ചോ എന്ന് അള്ളാഹ് പറയുമ്പോഴേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ? സംസാരിക്കാറുള്ളൂ. മുഹയ്യിദ്ദീൻ മാലയിലുള്ളതാണ്, നമ്മുടെ നാട്ടിൽ ചൊല്ലുന്ന ആ വരികളാണ്. മാത്രല്ല അദ്ദേഹത്തോട് പറയാണ്, ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ, അനുവാദം വന്നാൽ പറവാൻ ഞാൻ എന്നോവർ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരോട് ചൊല്ലുന്നതിന് മുമ്പ് പറയും, അനുവാദം കിട്ടട്ടെ, നിങ്ങളോട് പറയണമെങ്കിൽ എനിക്ക് അനുവാദം കിട്ടണം, അനുവാദം വന്നാൽ പറവാൻ ഞാൻ എന്നോവർ. അനുവാദം വന്നാൽ പറയും. എത്രത്തോളം അതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ, മുഹയ്യിദ്ദീൻ മാല വ്യാഖ്യാനമൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള പല ആളുകളും എഴുതി വെച്ചു. മസ്അലകളൊക്കെ ചിലപ്പോൾ അവരോട് പോയി ചോദിച്ചാൽ തലയങ്ങ് താഴ്ത്തിയിരിക്കും. കുറെ കഴിഞ്ഞാൽ മുഖമൊക്കെ വിവർണമായിട്ട് പിന്നെ തലയണ് പൊക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പറയണം എന്തോ ഒരു അവർക്ക് കിട്ടി പ്രത്യേകമായിട്ട്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പ്രത്യേകതയായിട്ടാണ് ഹദീസിൽ പറയുന്നത്. അവിടുത്തെ വഹി വരുന്ന സന്ദർഭമാകെ വിയർത്തൊലിക്കും, മുഖം വിവർണമാകും, ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് അവിടുന്ന് പോകും. പിന്നെ അങ്ങോട്ട് തെളിഞ്ഞാൽ അവിടുന്ന് സംസാരിക്കും. അതേപോലത്തെ അനുഭൂതികളൊക്കെ പിൽക്കാലത്തെ ആളുകൾക്കും വെച്ചുകൊടുത്തു. ഇതൊക്കെ മഹാന്മാരായ അമ്പിയാക്കളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ നിന്ന് പുറത്താണ്. അമ്പിയാക്കൾക്ക് മാത്രമുള്ള പ്രത്യേകതകളാണ് വഹ്യ്. അതുകൊണ്ട് പിന്നെ മുമ്പ് വേറെ ആർക്കെങ്കിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ തോന്നിപ്പിക്കലുകൾ അവരുടെ ഖൽബുകളിലേക്ക് റബ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിലോ നമുക്ക് സംശയം ഉണ്ടാവും. ഖുർആനിലുണ്ടല്ലോ, വഹയ്നാ ഇലാ ഉമ്മി മൂസ, മൂസായുടെ ഉമ്മാക്ക് നാം വഹി കൊടുത്തു. എന്താ അതിന്റെ അർത്ഥം? അതവർക്ക് തോന്നിപ്പിക്കുകയാണ്, അവരുടെ ഹൃദയത്തിൽ അള്ള തോന്നിപ്പിക്കുകയാണ്. തോന്നലുകൾ പലർക്കും പിൽക്കാലത്തും ഉണ്ടാകും. പക്ഷേ തോന്നൽ ഇൽഹാം അള്ളാഹുവിങ്കൽ നിന്നുണ്ടാവും, ശൈത്താനിൽ നിന്നുള്ളതുണ്ടാവും. പിന്നെ ഇതെങ്ങനെ നമ്മൾ വിശ്വസിച്ചത്? അള്ള പറഞ്ഞതുകൊണ്ട് മൂസായുടെ ഉമ്മയിലേക്ക് നാം നിർദ്ദേശം കൊടുത്തു. പിന്നെ വഹി കിട്ടിയവരൊക്കെ നബിയാണെന്ന് പറയാൻ പറ്റുമോ? എന്നാ മൂസാ നബിയുടെ ഉമ്മ നബിയാണെന്ന് പറയേണ്ടി വരും. എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? തേനീച്ചക്ക് നിന്റെ റബ്ബ് വഹി കൊടുത്തു എന്നാ ഖുർആൻ പ്രയോഗിക്കുന്നത്. തേനീച്ച നബി അല്ലല്ലോ, അഥവാ വഹി സാങ്കേതികമായ അർത്ഥത്തിലല്ലല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, സാങ്കേതികമായ അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് കൂടി വഹി വരിക എന്നുള്ള ഒരു നിലക്കും അസത്യം കടന്നുകൂടിയിട്ടില്ലാത്തതാണ് വഹി. ഒരു നിലക്കും അതിൽ എന്തുണ്ടാവില്ല? പൊളിയുണ്ടാവില്ല, അബദ്ധം സംഭവിക്കുകയില്ല. അവരാ പറയുന്നത് മുഴുവൻ അക്ഷരം പ്രതി എന്തായിരിക്കും? സത്യസന്ധമായിരിക്കും. എത്രത്തോളം മഹാന്മാരായ അമ്പിയാക്കളുടെ മാത്രം സവിശേഷതയാണ്, അവര് കാണുന്ന സ്വപ്നങ്ങൾ മുഴുവനും 100% സത്യമായിരിക്കും. റുഇയൽ അംബിയാഇ വഹ്യുൻ,
അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങളും എന്ത് തന്നെയാണ്? വഹയാണ്. അമ്പിയാക്കൾക്ക് അല്ലാഹു വഹി കൊടുക്കുന്ന വൈവിധ്യമാർന്ന രീതികളിൽ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. ചിലത് അല്ലാഹു അവർക്ക് സ്വപ്നത്തിലൂടെയാണ് കാണിച്ചു കൊടുക്കുക. അമ്പിയാക്കളുടെ സ്വപ്നങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ എന്ന പൊന്നോമന മോനെ അറുക്കണം എന്ന നിർദ്ദേശം റബ്ബ് വഹി കൊടുത്തത് ഉണർച്ചയിലായിരുന്നില്ല, മറിച്ച് അവിടുത്തെ ഉറക്കിലായിരുന്നു. സ്വപ്നത്തിലാണ് കാണുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ സ്വപ്നത്തിൽ കണ്ട വിവരമാണ് ഉണർന്നതിന്റെ ശേഷം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മോനോട് പറയുന്നത്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണാണ്. മോനെ, കുഞ്ഞുമോനെ, നിന്നെ അറുക്കണം എന്ന കൽപ്പന വന്നിരിക്കുന്നു, ഞാൻ അങ്ങനെ കാണുന്നു, എന്താ നിന്റെ അഭിപ്രായം? ഇസ്മായിൽ അലൈഹിസ്സലാം എന്താ മറുപടി പറഞ്ഞത്? നിങ്ങൾ കണ്ട പേക്കിനാവാണ് നല്ല പറഞ്ഞത്. യാ ബത്തി, എന്റെ പൊന്നു പിതാവേ, ഇഫ്അൽ മാ തുഅമർ, ആങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ പ്രവർത്തിച്ചോളൂ. അപ്പൊ വഹയാണ്, കൽപ്പനയാണത്. സ്വപ്നത്തിൽ ആ കാണിച്ചു കൊടുത്തത് റബ്ബിന്റെ അമ്രാണ്. അതാണ് ഇസ്മായിൽ അലൈഹിസ്സലാം പറയുന്നത്, യാ അബതി ഫഅൽ മാ തുഅമറു, അങ്ങ് കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തോളൂ, എനിക്ക് പ്രശ്നമില്ല. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. അല്ലാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ, റബ്ബിന്റെ മശീഅത്തുണ്ടെങ്കിൽ, അവൻ ഉദ്ദേശിച്ചാൽ എന്നെ ഉപ്പാ നിങ്ങൾക്ക് സഹിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ കണ്ടുമുട്ടാം. അങ്ങനെ ആ കൽപ്പന നിറവേറ്റല്ലേ ആര് ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. സൂറത്തു സാഫാത്തിൽ വളരെ കൃത്യമായി റബ്ബ് അത് പഠിപ്പിക്കുന്നു. അങ്ങനെ അവരതിന് ഒരുങ്ങി, അറുക്കാൻ ഒരുങ്ങി. പക്ഷേ അപ്പോഴേക്ക് റബ്ബിന്റെ ഓർഡർ വന്നു, വേണ്ട, സ്വപ്നം നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ നിർവഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് അറിവ് നടത്തേണ്ടതില്ല. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. അങ്ങനെ അതിന് പകരമായി കൊണ്ട് അല്ലാഹു ഒരാട്ടിനെ ഇറക്കി അതിനറുക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തു. ലോകത്ത് ഇന്നും ബലികർമ്മത്തിന്റെ മാതൃകയായി കൊണ്ട് നിലനിൽക്കുന്നു. അപ്പൊ ഇവിടെ അമ്പിയാക്കളുടെ സ്വപ്നം, നമ്മൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? എല്ലാവരുടെ സ്വപ്നവും എന്തല്ല, സത്യമല്ല. സത്യം ഉണ്ടാകും, അസത്യം ഉണ്ടാകും. അതേ അവസരത്തിൽ അമ്പിയാക്കളുടെ സ്വപ്നത്തിലോ അസത്യം എന്നത് കടന്നു വരികയേയില്ല. അത് മുഴുവൻ സത്യമായിരിക്കും, അത് വഹയായിരിക്കും. അത് മുഴുവനും അമ്പിയാക്കളുടെ സ്വപ്നത്തിന്റെ പ്രത്യേകതയാണ്. സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങളിൽ അത് സത്യമായതും ഉണ്ടാകും, പേക്കിനാവുകളും ഉണ്ടാകും. ഏറ്റവും സത്യസന്ധമായി ജീവിതം നയിക്കുന്നവരുടെ സ്വപ്നങ്ങളിൽ അധികവും സത്യസന്ധമായിരിക്കും. തെമ്മാടികളായി ജീവിക്കുന്നവരുടെ സ്വപ്നങ്ങളിൽ അധികവും പേക്കിനാവുകളായിരിക്കും. മുഅ്മിനീങ്ങളുടെ സ്വപ്നങ്ങളിലും ചില്ലറ ചിലത് മോശപ്പെട്ടത് കടന്നുവരും. ഏതുപോലെ കാഫിറുകളുടെ സ്വപ്നങ്ങളിലും ചില്ലറ ചിലത് പുലരുന്ന നല്ല സ്വപ്നങ്ങൾ വരും. ഇതൊക്കെ സ്വപ്നത്തിന്റെ ലോകത്തെ സംബന്ധിച്ച് വിശുദ്ധമായ പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. മഹാന്മാരായ പ്രവാചകന്മാര് കാണുന്ന സ്വപ്നത്തിൽ ഒരു നിലക്കും എന്തുണ്ടാവുകയില്ല, അസംഭവ്യമുണ്ടാവുകയില്ല. എല്ലാം സംഭവിക്കുന്ന സത്യസന്ധമാണ്. കാരണം അത് അവർക്ക് നൽകപ്പെടുന്ന വഹ്യാകുന്നു. അതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. ഇനി സഹോദരന്മാരെ, ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി. എന്റെ രണ്ട് കണ്ണുകൾ ഉറങ്ങുന്നുണ്ട്, എന്റെ കൽബ് ഉറങ്ങുന്നില്ല. അംബിയായിനെ സംബന്ധിച്ച് മൊത്തത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹു ഇസ്രായിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ബുഖാരിയിൽ തന്നെ കാണാം, വന്നബിയു നായിമത്തുൻ ഐനാഹു വലാ യനാമു ഖൽബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇരു കണ്ണുകളും ഉറങ്ങുകയാണ്, കൽബ് ഉറങ്ങുന്നില്ല. വകദാലികൽ അംബിയ, ഇപ്രകാരമാണ് അംബിയാക്കൾ. തനാമു അഅ്യുനുഹും വലാ തനാമു ഖുലൂബുഹും. അവരുടെ കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ, ഹൃദയങ്ങൾ ഉറങ്ങുകയില്ല. അങ്ങനെ പരിധി വിട്ട ഒരു ധാരണ വിട്ട ഒരു ഉറക്കത്തിലേക്ക് അവർ നീങ്ങുകയില്ല. അതാണ് പൊതുവിൽ അമ്പിയാക്കളുടെ ഉറക്കിന്റെ സ്വഭാവം. അവരുടെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ട്, ഖൽബ് ഉറങ്ങുന്നില്ല.
ഏതെങ്കിലും ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ നിലക്ക് വരാം. അതിനൊരു ഉദാഹരണമാണ് ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു, ഒരു ഫജ്ർ നിസ്കാരം അറിയാതെ നബിയും ഉറങ്ങി, സ്വഹാബത്ത് മുഴുവനും ഉറങ്ങിപ്പോയി. അതേ അവസരത്തിൽ അതല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ മൊത്തത്തിൽ അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് തന്നെ നേരിട്ട് പറഞ്ഞതാണെന്ന്, ഇന്ന ഐനയ്യ തനാമാനി, എന്റെ ഇരു കണ്ണുകളും ഉറങ്ങുന്നു ആയിഷ, പക്ഷേ വലാ തനാമു ഖൽബി, എന്റെ ഹൃദയം ഉറങ്ങുന്നില്ല. അത് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അമ്പിയാക്കളുടെ പ്രത്യേകതയാകുന്നു. ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചതൊക്കെ ഇപ്പൊ ബുഖാരിയിൽ നിന്നാണ് നിങ്ങൾ കേട്ടത്. ഇനി അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ബുഖാരിയിൽ തന്നെ കാണാം, അമ്പിയാക്കളോട് മുഴുവനും, അമ്പിയാക്കൾക്കുള്ള ഒരു പ്രത്യേകത നമുക്കതില്ല, മറ്റു മനുഷ്യർക്കതില്ല. അമ്പിയാക്കളോട് മരണത്തിന്റെ സന്ദർഭമാകുമ്പോൾ അള്ളാഹു അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. കുറച്ചുകൂടി ജീവിക്കണോ, ഇപ്പൊ മരിക്കണോ? എന്റെ അഭിപ്രായം നമ്മളോട് ആരോടും ചോദിക്കൂല. അമ്പിയായിനോട് അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു മാ മിൻ നബിയ്യിൻ യംറദു ഇല്ലാ ഖുയ്യിറ ബൈന അദ്ദുനിയാ വൽ ആഖിറ വകാന ഫീ ശക്വാഹു അല്ലദീ ഖുബിള ഫീഹി അഖദതുഹു ബുഹത്തുൻ ശദീദ ഫസമഅ്തുഹു യഖൂൽ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യിൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ فعلمت أنه خير رواه البخاري رحمه الله. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഏതൊരു പ്രവാചകനാവട്ടെ രോഗിയായി കഴിയുമ്പോൾ ആ മരണത്തോടടുക്കുന്ന ഘട്ടമെത്തുന്ന നേരത്ത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയ്ക്ക് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകും. അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. ഈ ജീവിക്കണോ, ഇപ്പൊ ജീവിക്കണോ, അതോ കുറച്ചുകൂടി തുടരണോ, എന്താ വേണ്ടത്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കും. മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അത് വ്യക്തമായി വേറെ ഹദീസിൽ തന്നെ, ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാനും സാധിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുന്ന് തന്നെ പറയാണ്, മാമിൻ നബി എന്നാ പറഞ്ഞത്, ഏതൊരു നബിക്കും അങ്ങനെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. എന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, വകാന ഫീ ശക്വാഹു അല്ലദീ ഖുബിള ഫീഹി, അവിടുന്ന് വഫാത്താകുന്ന ആ രോഗത്തിലായിരിക്കെ അവിടുത്തേക്ക് ശക്തമായ നിലക്കുള്ള ഒരു വിമ്മിഷ്ടം അവിടുത്തെ പിടികൂടിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അവിടുന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കാതോർത്തു. എന്താ അവിടുന്ന് പറയുന്നത്? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു ആരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടോ, അഥവാ നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ എന്ന് പറയണം. അല്ലാഹുമ്മ റഫീഖൽ അഅല, ആ അത്യുന്നതമായ സദസ്സിന്റെ കൂടെയാണ് ഞാൻ അവരോടൊപ്പം ചേരാനാ ആഗ്രഹിക്കുന്നത്. പോവാണ്, ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു. അത് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഫഅലിംതു, അപ്പ എനിക്ക് മനസ്സിലായി, അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, അന്നഹു ഖുയ്യിറ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബ് ഇപ്പോ തെരഞ്ഞെടുപ്പിനുള്ള സമയം കൊടുത്തപ്പോഴാണ് ആ പറഞ്ഞത്, ഇവിടെ നിൽക്കണോ പോണോ. അപ്പോഴാ പറയുന്നത്, പോവാണ്, ഞാൻ അവരുടെ കൂടെ അടുത്തേക്ക് പോവാണ്. ഇത് അമ്പിയാക്കളുടെ മാത്രം പ്രത്യേകതയാകുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇനി അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അമ്പിയായിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നമുക്ക് കാണാം, ലം യഖ്ബർ നബിയുൻ ഇല്ലാ ഹൈസു യമൂത്ത്, ഒരു നബിയും മറമാടപ്പെടുന്നതല്ല, ഇല്ലാ ഹൈസു യമൂതു, എവിടെയാണോ മരിച്ചു വീണതെങ്കിൽ അവിടെയല്ലാതെ. അത് പ്രവാചകന്മാരുടെ സവിശേഷതയാണ്. പ്രവാചകന്മാര് മരണപ്പെട്ടാൽ എവിടെയാണോ അവർ മരണപ്പെട്ട് കിടന്നതെങ്കിൽ അവിടെ തന്നെ ഖബറൊരുക്കുക എന്നതാണ് അവർക്കുള്ള നിയമം. അതുകൊണ്ട് തന്നെ ചില ഘട്ടങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം എവിടെ ഖബറൊരുക്കണം എന്ന് ചെറിയൊരു ചർച്ച ഉണ്ടായി. കാരണം എല്ലാവർക്കും ആ ഹദീസ് കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആശയക്കുഴപ്പത്തിന് പരിഹാരം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലം യുഖ്ബർ നബിയുൻ ഇല്ലാ ഹൈസു യമൂത്ത്, എവിടെയാണോ മരിച്ചതെങ്കിൽ, വഫാത്തായതെങ്കിൽ അവിടെയാണ് ഒരു നബി, എല്ലാ നബിയും ഖബറടക്കപ്പെടുന്നത്, അവിടെയല്ലാതെ ഖബറടക്കപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അവിടുന്ന് വഫാത്ത് പ്രാപിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ തന്നെ അടക്കം ചെയ്തത്. ആയിഷ ബീവിയുടെ വീട്ടിലായിരിക്കുന്ന വേളയിലാണല്ലോ അവിടുന്ന് വഫാത്തായത്. അതുകൊണ്ട് അവിടെ തന്നെ ഖബറൊരുക്കി, അവിടെ തന്നെ ഖബറാക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. ഇത് മാത്രമല്ല കാരണം, അതിന്റെ ഉള്ളിൽ ഖബറാക്കാനുള്ള കാരണം വേറൊന്നും കൂടിയുണ്ട്. അവിടുന്ന് വഫാത്തിന്റെ നേരത്തും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദി നസറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റി. ഞാനത് നിങ്ങളോട് ഗൗരവത്തോടുകൂടെ വിരോധിക്കുന്നു, നിങ്ങളത് ചെയ്യരുത്. അള്ളാഹുവിനോട് അവിടുന്ന് പ്രാർത്ഥിച്ചു, റബ്ബേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ. ആ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം കൊടുത്തതാണ്. അവിടുത്തെ ഖബർ ഇന്നും ലോകത്ത് ഒരാൾക്കും കാണാനാവാത്ത നിലക്ക് ഭദ്രമായ മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് ഒരാൾക്കും കാണാൻ പോലും കഴിയാതെ, എന്നിട്ടല്ലേ തൊടല്, എന്നിട്ടല്ലേ ചുംബിക്കല്, എന്നിട്ടല്ലേ അതിന്മേൽ സുജൂദ് ചെയ്യല്, എന്നിട്ടല്ലേ അതിന്മേൽ മുത്തല്, ഒന്നും നടക്കൂല. അത് അള്ളാഹു പ്രത്യേകമായിട്ട് അങ്ങോട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. ആ വാക്കില്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ ഖബർ പുറത്താക്കുമായിരുന്നു എന്ന് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാനും സാധിക്കും. അപ്പൊ പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്, അതും ഒരു കാരണമായിട്ട് എണ്ണിയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന്, മഹാനായ നബി തങ്ങളുടെ അന്തിമമായ കാലഘട്ട ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അമ്പിയാക്കളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല ജിസാദൽ അംബിയാ, നിശ്ചയമായും അല്ലാഹു മണ്ണിനോട് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്, ഭൂമിയോട് ഹറാമാക്കിയിരിക്കുകയാണ്. അൻ തഅകുല, മണ്ണ് തിന്നരുതെന്ന്, അജ്സാദൽ അംബിയാ, അമ്പിയാക്കളുടെ ബോഡി, അമ്പിയാക്കളുടെ ശരീരത്തെ മണ്ണ് തിന്നരുതെന്ന് മണ്ണിനോട് റബ്ബ് വിലക്കിയിട്ടുണ്ട്. അപ്പോ മഹാന്മാരായ അമ്പിയാക്കളുടെ ഖബറടക്കം കഴിഞ്ഞാൽ ആ ഖബറിൽ അവരുടെ ബോഡി എന്നും നിലനിൽക്കും. അത് മണ്ണ് തിന്നുന്നതല്ല, അത് അമ്പിയാഇന്റെ മാത്രം പ്രത്യേകതയാണ്. അവരെ സംബന്ധിച്ചാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ അക്സിറു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ച് ജുമുഅ ദിനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ്. ജുമുഅ ദിനം നിങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കണം. കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടും. അപ്പൊ എങ്ങനെ നിങ്ങൾ കാണിക്കപ്പെടുക, അതിന്റെ രൂപം എന്താ, എങ്ങനെയാ, നിങ്ങൾ മരിച്ച് മണ്ണായി പോയിട്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അമ്പിയാക്കളുടെ ശരീരത്തെ മണ്ണേ നീ തിന്നരുതെന്ന് മണ്ണിനോട് അല്ലാഹു വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്ന് ജീർണിച്ച് നശിച്ചു പോകുന്നതല്ല, അത് അവരുടേത് മാത്രം പ്രത്യേകതയാണ്. എന്നാൽ മറ്റുള്ളവരുടെ ശരീരമോ, മറ്റുള്ളവരുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് മണ്ണ് തിന്നാം തിന്നാതിരിക്കാം, ജീർണിച്ചു പോകാം പോകാതിരിക്കാം, പല കാരണങ്ങളാൽ ഉണ്ടാകാം. ഒന്നുകിൽ ചില മണ്ണിന്റെ പ്രകൃതി കാരണത്താൽ ആ മണ്ണിൽ വെച്ചിട്ടുള്ള ബോഡി ഒരു കാലത്തും നശിക്കൂല, എന്ന് നോക്കിയാലുണ്ടാവും അങ്ങനെ ഫ്രഷ്. അങ്ങനെ ചില കാരണങ്ങൾ ഉണ്ടാകും, അത് കാഫിറാണെങ്കിലും ആരതും ഉണ്ടാവും. അതേ അവസരത്തിൽ ചിലപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മുഖേന, അവൻ പ്രത്യേകമായി ആദരിക്കുന്നത് മുഖേന സജ്ജനങ്ങളായ ചില ആളുകളുടെ ബോഡിയും മണ്ണ് തിന്നാതിരിക്കാം. പക്ഷെ അതുകൊണ്ടൊരു നിയമം നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയൂല. എന്ത് അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നാത്തതുപോലെ ഔലിയാഇന്റെയും സാലിഹീങ്ങളുടെയും ബോഡിയും മണ്ണ് തിന്നൂലാൻ നമുക്ക് പറയാൻ പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഉണ്ടാകാം, മണ്ണ് തിന്നാം തിന്നാതിരിക്കാം. പക്ഷെ അമ്പിയാക്കളുടേത് അങ്ങനെയല്ല. അതിൽ അവിടുന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവരുടെ ശരീരത്തെ മണ്ണ് തിന്നുന്നതില്ലെന്ന് ഭൂമിയോട് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അമ്പിയാക്കളുടെ മറ്റൊരു പ്രത്യേകത അവിടുന്ന് തന്നെ പറഞ്ഞു, വൽ അംബിയാഉ അഹ്യാഉൻ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ, അമ്പിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ നിസ്കരിക്കുന്നുമുണ്ട്. അവിടുന്ന് പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശേഷം മഹാനായ ഇമാം നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ് അവിടുത്തെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹയിൽ 621 നമ്പർ ഹദീസായിട്ടാണ് അദ്ദേഹം ഇത് എടുത്തു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധതയുടെ ഒരു തെളിവ് കൂടി ഞാൻ പറയട്ടെ. ഇത് വായിച്ചപ്പോൾ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യ കാലഘട്ടത്തിൽ ഈ ഹദീസിന്റെ സനദ് പരിശോധിച്ചു നോക്കിയപ്പോൾ എനിക്കത്
തൃപ്തികരമായി തോന്നിയില്ല, അഥവാ അതിന്റെ സനദിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അതിന്റെ ഒരു സനദ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. പിന്നീട് എന്റെ പരിശോധനയിൽ ഈ ഹദീസ് സഹീഹാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അത് സഹീഹായ ഹദീസുകളുടെ ഗണത്തിൽ ഇതാ ഉൾക്കൊള്ളിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറയും, ഒരു പക്ഷേ ഇത് കാണുന്ന വായിക്കുന്ന ആളുകൾ ഒരു പക്ഷേ എന്നെ പറ്റി പരിഹസിച്ചേക്കാം, ആക്ഷേപിച്ചേക്കാം. അൽബാനി പണ്ടൊന്ന് പറഞ്ഞു ഇപ്പൊന്ന് പറഞ്ഞു ഇയാൾക്കൊരു സ്ഥിരതല്ല എന്ന് വേണമെങ്കിൽ എന്നെ കുറിച്ച് പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ എന്റെ അമാനത്തുൻ ഇൽമിയ നിർവഹിക്കുകയാണ്. എന്റെ വിജ്ഞാന രംഗത്തുള്ള എന്റെ അമാനത്ത്, ഞാൻ എന്റെ റബ്ബിന്റെ പ്രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അന്നത് മനസ്സിലായില്ല, ഇപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ ആ സത്യം നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു എല്ലാ ആളുകൾക്കും ഒരു നല്ല മാതൃകയാണ്. ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ആ മനസ്സിലായത് തിരുത്തുന്നതിന് ഒരു പ്രയാസവും തോന്നേണ്ടതില്ല. അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, പണ്ട് അങ്ങനെ കേട്ടില്ലേ, പണ്ടത്തെ മൗലവിമാരൊക്കെ അങ്ങനെ പറഞ്ഞത്, പണ്ടൊക്കെ അങ്ങനെ എല്ലാവരും പഠിപ്പിച്ചത്, ഇപ്പം എന്താ അങ്ങനെ തെളിവ് കിട്ടിയപ്പോൾ അതൊന്നും പ്രശ്നമല്ല. അതാണ് ആദ്യകാലഘട്ടത്തിലുള്ള സ്വഹാബത്തിന്റെ മുതൽ അടുത്ത കാലഘട്ടത്തിൽ വരെയുള്ള പ്രബോധകന്മാരുടെ വരെ മാതൃക അതാണെന്ന് കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പൊ അമ്പിയാക്കൾ അവരുടെ ഖബറിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പോ മഹാനവറുകൾ പിന്നെ വിശദീകരിക്കുകയാണ്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിച്ച് ദുർവ്യാഖ്യാനിച്ച് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവരോട് സങ്കടം പറയാനും അവർ നമ്മുടെ എല്ലാ കാര്യവും കണ്ടും കേട്ടൊക്കെ കൊണ്ട് അവിടെ ഖബറിൽ ഇങ്ങനെ കഴിച്ചുകൂടാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇത് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നീ പഠിച്ചു വെച്ചോ, നീ മനസ്സിലാക്കിക്കോ, أن الحياة التي أثبتها هذا الحديث للأنبياء عليهم الصلاة والسلام ഈ ഹദീസിൽ അമ്പിയാക്കൾക്ക് ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഖബറിലെ ജീവിതം ഇന്നമാ ഹിയ ഹയാത്തുൻ ബർസഖിയ്യ, അത് ബർസഖിലുള്ള ഖബറിലുള്ള ഒരു തരം ജീവിതമാണ്. ലൈസത്ത് മിൻ ഹയാത്തി ദുനിയ ഫീ ഷൈഇൻ, ഈ ലോക ജീവിതവും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടുത്തെ ജീവിതവും അവിടുത്തെ ജീവിതവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യരുത്. അതുപോലെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ എന്താ നമുക്കിതിലൊക്കെ കരണീയം? ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ടുന്ന നിലപാടെന്താ? അദ്ദേഹം പറയാണ്, വലിദാലിക വജബൽ ഈമാനു ബിഹാ ദൂന ദർബിൽ അംസാലി ലഹാ വമുഹാവലതി തക്യീഫിഹാ വതശ്ബീഹിഹാ ബിമാ ഹുവൽ മഅറൂഫ് ഇൻദനാ ഫീ ഹയാത്തി ദുനിയാ. അദ്ദേഹം പറയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളാണ് വിശ്വസിച്ചാൽ മതി. പിന്നെ അതിന് വ്യാഖ്യാനിക്കാനും അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ, അതുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, അവിടെ ജീവിച്ചിരിക്കണ്ടേ, പിന്നെ നമ്മളതാണ് കേട്ടൂടെ, അവർക്ക് ഭക്ഷണം കഴിച്ചൂടെ, അങ്ങനെ കഴിക്കൂടെ, ജീവിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം വേണ്ടേ, ഭക്ഷണം വേണ്ടേ, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഭൗതിക ജീവിതവുമായിട്ട് അത് നിങ്ങൾ താരതമ്യപ്പെടുത്താൻ പോകരുത്. ഹാദാ ഹുവൽ മൗഖിഫുൽ ലദീ യജിബു അൻ യത്തഖിദഹുൽ മുഅ്മിൻ ഫീ ഹാദാ സ്വദദി. ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ടുന്ന സത്യസന്ധമായ നിലപാട് ഇതായിരിക്കണം. എന്ത്? അൽ ഈമാനു ബിമാ ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ എന്താണോ വന്നത് അത് അപ്പടി വിശ്വസിക്കുക. ദൂന സിയാദതി അലൈഹി, അതിനപ്പുറം നമ്മൾ നീട്ടിപ്പരത്തി പറയാതിരിക്കുക. എന്തുകൊണ്ടൊക്കെ? ബിൽ അഖീസതി വൽ ആറായി, വേറൊന്നിനോട് താരതമ്യപ്പെടുത്തിയിട്ടും നമ്മുടെ വകയായിട്ട് കുറെ കൂട്ടിച്ചേർത്തിട്ടും കുറെ അഭിപ്രായങ്ങൾ പാസാക്കിയിട്ടും ഒക്കെ അതും ഇതുമായിട്ടൊക്കെ അങ്ങനെ ബന്ധപ്പെടുത്തി തുല്യപ്പെടുത്തിയൊക്കെ സംസാരിക്കാതെ മിണ്ടാതിരിക്കലാ നല്ലത്. ഹദീസിൽ എന്താണോ വന്നത് അത് ഞാൻ വിശ്വസിക്കുന്നു. കമാ യഫ്അലു അഹ്ലുൽ ബിദ്അ, പുത്തൻവാദികളായ ആളുകൾ ഇന്ന് ചെയ്യുന്നത് അതാണ്. ഈ ഹദീസാണ് പറഞ്ഞിട്ട് നീട്ടി വലിച്ചിട്ട് അല്ലദീന വസലൽ അംറു ബിബഅദിഹിം, എത്രത്തോളം അവരുടെ വാദങ്ങൾ എത്തി ഇതൊക്കെ പറഞ്ഞിട്ട് ഇലദ്ദിആ, അവർ വാദിക്കാൻ തുടങ്ങി അന്ന ഹയാതഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബ്രിഹി ഹയാത്തുൻ ഹഖീഖിയ്യ, അവിടുന്ന് ഖബറിൽ ഇവിടെ ഭൗതികമായ ലോകത്തുള്ളതുപോലുള്ള ഒറിജിനൽ ജീവിതം അവിടെ ജീവിക്കുകയാണ്. ഖാല യഅകുലു വയശ്റബു വയുജാമിഉ നിസാഅഹു, അവിടുന്ന് ഭക്ഷിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, അവിടുത്തെ ഭാര്യമാരുമായിട്ട് ഇണചേരുന്ന പോലുമുണ്ട് എന്ന് പറഞ്ഞവർ വരെയുണ്ട്. എന്നാൽ ഇതൊന്നും ഒരു മുസ്ലിമിന് പറയാൻ പാടില്ല. മറിച്ച് വഇന്നമാ ഹിയ ഹയാത്തുൻ ബർസഖിയ്യ, അത് ബർസഖിയായ ലോകത്ത് അഥവാ മരണത്തിന്റെയും ഈ ലോകത്തുനിന്ന് മരിച്ചു വിരിയുന്നതിന് ശേഷം നാളെ പരലോകത്ത് പുനരുത്ഥാന നാൾ വരുന്നതിന്റെ ഇടക്കുള്ള ഒരു മറയായ ആ ഇടക്കാല ജീവിതമായ ബർസഖിന്റെ ലോകത്തുള്ള ആ ജീവിതമാണത്. ലാ യഅലമു ഹഖീഖതഹാ ഇല്ലല്ലാഹു സുബ്ഹാനഹു വതആല, എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലക്കല്ലാതെ അറിയൂല. ഇതാണ് അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇസ്രായിന്റെ രാത്രിയിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി, മൂസ അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. ആര്?
മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. അത് ഇന്ന് ഉപോത്ബലകമായ ഹദീസായി കൊണ്ട് മഹാനവറുകൾ ശേഷം ഉദ്ധരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അമ്പിയാക്കളുടെ ഒരു പ്രത്യേകതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇതര മനുഷ്യർക്കാർക്കും ഓഫർ ചെയ്യപ്പെട്ടിട്ടില്ല. അതെന്താ? ഫലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ പ്രവാചകനും ഉത്തരം നൽകാമെന്ന് റബ്ബ് ഉറപ്പ് കൊടുത്തിട്ടുള്ള ഒരു ദുആയുണ്ട്. എല്ലാ നബിമാർക്കും, ലോകത്താർക്കുമില്ല, നമുക്കാർക്കുമില്ല. അവരോടൊക്കെ ചോദിച്ചോളാൻ പറഞ്ഞു, തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉറപ്പൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ എല്ലാ നബിമാർക്കും റസൂൽ പറയണ ലികുല്ലി നബിയിൻ, ഓരോ നബിക്കുമുണ്ട് ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള ഒരു ചാൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തുകൊണ്ട് പറയുകയുണ്ടായി, എല്ലാ അമ്പിയാക്കളും അവരുടെ ചാൻസുകൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിർവഹിച്ചു പോയി. എല്ലാവരും ആ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ദുആയുടെ ചാൻസ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവരൊക്കെ ദുആ ചെയ്തു പോയി. ഞാനോ ഇഖ്തബഅതു, ഞാനത് പാർത്ത് വെച്ചിരിക്കുകയാണ്, അത് കാത്തു വെച്ചിരിക്കുകയാണ്. ശഫാഅതൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടി ഞാനത് പരലോകത്തേക്ക് കാത്തുവെച്ചിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അപ്പൊ എല്ലാ നബിമാർക്കും അങ്ങനെ ഒരു ഉറപ്പുള്ളൊരു ദുആയുണ്ട്, ഉത്തരം കിട്ടും. വേറെ ആർക്കും അതില്ല. ഇത് നമുക്ക് ബുഖാരിയിലും കാണാം, മുസ്ലിമിലും കാണാം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അമ്പിയാക്കളുടെ മറ്റൊരു പ്രത്യേകത, ലാ യുവരിസൂന മാല ഇന്നാ മആശിറൽ അംബിയാ ലാ നൂറസ്, ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം ഞങ്ങളുടെ സ്വത്ത് ഒരാൾ അനന്തരെടുക്കൂല. അമ്പിയാക്കന്മാരുടെ സ്വത്തിന് അനന്തരാവകാശികൾ ഉണ്ടാവില്ല. ബാപ്പ മരിച്ച മക്കൾക്ക് സ്വത്തില്ലേ, ഭാര്യക്കില്ലേ, ഭർത്താവില്ലേ, ആ നിലക്കുള്ള അനന്തരാവകാശം അമ്പിയാക്കളുടെ സ്വത്തിൽ പിൽക്കാലത്ത് അവകാശികളായിട്ടുള്ളവർക്ക് ഇല്ല. അഥവാ നബിതങ്ങളുടെ സ്വത്തിന്റെ വിഹിതം അനന്തരാവകാശം എന്ന നിലക്ക് മോളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കും ഇല്ല എന്നർത്ഥം. അമ്പിയാക്കളുടെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. അതിനൊക്കെ പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞെടുത്ത് അവർ പറഞ്ഞു, അമ്പിയാക്കളുടെ കാര്യത്തിൽ റബ്ബ് സ്വീകരിച്ചിട്ടുള്ള സുരക്ഷിതത്വ നടപടിയാണ്. അമ്പിയാക്കളെ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ ആർത്തിയുള്ളവരോ അല്ലെങ്കിൽ ഭൗതികമായ സുഖസൗകര്യങ്ങളിൽ രമിച്ച് കഴിയുന്നവരോ അതിനു വേണ്ടി സമയവും അധ്വാനവും ചെലവഴിക്കുന്നവരോ അതിനുവേണ്ടി ജീവിച്ചവരോ ഒന്നും അല്ല. അപ്പൊ ഏതെങ്കിലും ശത്രുക്കൾക്ക് പറഞ്ഞൂടെ, ആ നബിക്ക് അതൊന്നും അത്ര താല്പര്യമില്ല, മൂപ്പരിതൊന്നും ഉപയോഗിക്കാതെ ഈ സുഖങ്ങളും സൗകര്യവും ഒക്കെ അങ്ങനെ കാത്തു വെച്ചിട്ടുള്ളത് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ പിൽക്കാല അനന്തരാവകാശികൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണതാണ്, മൂപ്പര് ഉപയോഗിക്കാത്തത് നോക്കണ്ട, പിൽക്കാലത്തുള്ളവർക്ക് കിട്ടാൻ വേണ്ടി കുറഞ്ഞു പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ കാത്തു വെക്കണതാണ് ഉപയോഗിക്കാതെ എന്നേതെങ്കിലും ഒരു ശത്രുവിന്റെ നാവ് കൊണ്ട് പറയാതിരിക്കാൻ അതിനു പോലുമുള്ള ഒരു ചാൻസ് ബാക്കിയാക്കിയില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വത്തിൽ നിന്ന് അനന്തരാവകാശികൾക്ക് എന്തില്ല? വിഹിതമില്ല. അത് അമ്പിയാഇന്റെ മാത്രം പ്രത്യേകത. വേറുള്ളവരൊക്കെ മരിച്ചാൽ അവരുടെ സ്വത്തിലും അനന്തരാവകാശം ഉണ്ട്. അമ്പിയാക്കളിൽ നിന്ന് അനന്തരം എടുക്കപ്പെടുന്നത് ദീനാറും ദിർഹമുമല്ല, അവരിൽ നിന്ന് അനന്തരം എടുക്കപ്പെടുന്ന ഉലമാണ് അവരിൽ നിന്ന് അനന്തരം എടുക്കപ്പെടുക. അത് ദീനാറും ദിർഹമുമല്ല അനന്തരം എടുക്കപ്പെടുന്നത്, മറിച്ച് ഇൽമാകുന്നു. മഹാന്മാരായ അമ്പിയാക്കൾ ലോകത്തിന് അനന്തരമായി നൽകുന്നത് ഇൽമാണ്. ആര് അതിൽ നിന്ന് എത്രത്തോളം എടുക്കുന്നുവോ പരിപൂർണമായ നിലക്ക് വലിയ ഓഹരിയാണ് അവന് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നാഫിയായ ഉപകാരപ്രദമായ ഇൽമ തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതും പ്രവാചകന്മാരുടെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും പുരുഷന്മാര് മാത്രമാണ്, സ്ത്രീകളില്ല, ഒരു ലേഡി പ്രവാചകനുമില്ല. وما أرسلنا قبلك إلا رجالا نوحي إليهم. സൂറത്തുൽ അംബിയായിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, തങ്ങൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, റസൂലായി അയച്ചിട്ടില്ല, ഇല്ലാ റിജാല, പുരുഷന്മാരെ അല്ലാതെ. മനുഷ്യരാണ് മലക്കുകളല്ല, പുരുഷന്മാരാണ് സ്ത്രീകളുമല്ല. നൂഹി ഇലൈഹിം, അവർക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ പ്രത്യേകത നാം അവർക്ക് വഹ്യ് കൊടുക്കുന്നുണ്ടെന്നാണ്.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ മനുഷ്യരിൽ നിന്നുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇവർക്ക് ഉണ്ടാവും ചെയ്യും. വഹി കിട്ടുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ആ സമയത്തുള്ള കാഴ്ചയിൽ വ്യത്യാസം ഉണ്ടാവും, കേൾവി വ്യത്യാസം ഉണ്ടാവും, നമ്മൾ കാണാത്തവർ കാണും. സഹാബത്തൊക്കെ സദസ്സിലിരിക്കുമ്പോൾ തന്നെ ജിബ്രീൽ വഹയും കൊണ്ടുവരുമ്പോൾ റസൂലുള്ള മാത്രമാണ് ജിബ്രീലിനെ കാണുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം റസൂലുള്ള മാത്രമാണ് കേൾക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരുടെ മടിത്തട്ടിൽ അവിടെ നിന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഹി വരുമ്പോൾ പോലും ആ വഹയിന്റെ വോയിസ്, ശബ്ദം, സൗണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് കേൾക്കുന്നത്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോ മറ്റു ഭാര്യമാരോ കേൾക്കുന്നില്ല. അപ്പൊ അത് വഹി കിട്ടുന്നത് കൊണ്ടുള്ള പ്രത്യേകതകൾ, സവിശേഷതകൾ അമ്പിയാക്കളിൽ എമ്പാടും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരൊറ്റ ലേഡി പ്രവാചകൻ അതല്ലെങ്കിൽ വനിതാ പ്രവാചകയും വന്നിട്ടില്ല എന്ന് പറയാൻ പണ്ഡിതന്മാർ അതിന് പല ഹിക്മത്തുകളും പറയുന്നുണ്ട്. ഒന്ന്, പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ചില ഹിക്മത്തുകൾ ഉണ്ടാവാം. ഒന്ന്, അന്ന റസൂൽ യഹ്താജു ഇലാ അൻ യുഖാബില അന്നാസ് സിർറൻ വജഹ്റാ. ഒരു പ്രവാചകനാകുമ്പോ അദ്ദേഹം ജനങ്ങളുമായി കൂടിക്കഴിയേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. സിർറൻ വജഹ്റൻ, ഒറ്റക്കും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു പെണ്ണാവുമ്പോ ഒരാണുമായിട്ട് ഒറ്റക്കിരിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ജനങ്ങളെ സ്വകാര്യമായും ഉറക്കയും പുറത്തു പോകേണ്ടി വരും, പുറത്തു പോകുക യുസാഫിർ, യാത്ര പോകേണ്ടി വരും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും അപ്രായോഗികമാണ്. മാത്രമല്ല അല്ലാഹു തആല പുരുഷലോകത്തിനാണ് സ്ത്രീകളുടെ മേൽ കൈകാര്യകർതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരാണ് സ്ത്രീകളുടെ മേലുള്ള കൈകാര്യകർത്താക്കൾ. ഒരു കുടുംബത്തിലെ നായകൻ എപ്പോഴും പുരുഷനാണ്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ പുരുഷനാണ് നായകൻ. അതുകൊണ്ട് തന്നെ അതാണ് നിയമം. ഫലൗ കാനത്ത് നബിയ്യ, ഒരു നബിയായിട്ടൊരു പെണ്ണാണെങ്കിലോ സതകൂനുൽ ഖവാമാ ലിസൗജിഹാ അലൈഹാ, ഇപ്പൊ ഭർത്താവിനെ ഈ പെണ്ണായിരിക്കും ഭരിക്കേണ്ടി വരിക, അതല്ലെങ്കിൽ ഭർത്താവ് ഇവളെ ഭരിക്കേണ്ടി വരും. അതുവലാ യുംകിനു അൻ യകൂന ലിഅഹദിൻ ഖവാമാ അലാ നബിയ്യിൻ, ഒരു നബിയേക്കാൾ മേലെ ഒരാൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിക്കൂടാ. നബിയേക്കാളും മേലെ കൈകാര്യാധികാരം നൽകപ്പെട്ട ഒരാൾ ഉണ്ടായിക്കൂടാ. നബിയായിട്ടൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ കൈകാര്യക്കാരൻ ആരായിരിക്കും? ആണായിരിക്കും. അപ്പൊ നബിയേക്കാൾ മേലെ ആര് വരും? ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ വരും. അപ്പൊ അത് പറ്റൂല. അതുകൊണ്ട് നബിത്വം സ്ത്രീകളിൽ ഇല്ല. മൂന്നാമത് കാരണം പറഞ്ഞത് സബത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല ലിന്നിസാ, അവിടുന്ന് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, നഖിസാതു അഖിലിൻ വദീൻ, അവര് ബുദ്ധിയുടെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും അവരിൽ കുറച്ച് ന്യൂനതകളുണ്ട്, കുറച്ച് കമ്മികൾ, പോരായ്മകളൊക്കെ അവർക്ക് പ്രകൃത്യാണ്ട്. വദാലിക അന്നഹു യതി അലൈഹാ അയ്യാമുൻ ലാ തുസല്ലി വലാ തസൂം, അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത ദിവസങ്ങൾ വരും, ഹൈലിന്റെ ദിവസങ്ങൾ വരും, പ്രസവമുണ്ടാകും, ഗർഭമുണ്ടാകും, കുഞ്ഞുങ്ങളെ മുലയൂട്ടലുണ്ടാകും, കുട്ടികളുടെ സംരക്ഷണം ഉണ്ടാകും, അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, ഇബാദത്തുകൾ പലതും ചെയ്യാൻ പറ്റൂല. ഇതൊന്നും അമ്പിയാക്കൾക്കൊരു പോരായ്മയാണ്. അതൊന്നും ഒരു അമ്പിയാക്കളിൽ നിന്ന് അസംഭവ്യമാണ്, സംഭവിക്കരുതാത്തതാണ്. ഇത്തരം കാരണങ്ങളാലൊക്കെ ആയിരിക്കാം അള്ളാഹു അവന്റെ പ്രവാചകന്മാരായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് മുഴുവനും ആരെയാണ്? പുരുഷലോകത്ത് മാത്രമാകുന്നു. ഇനി സഹോദരന്മാരെ, മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അമ്പിയാക്കളൊക്കെ ഒരൊറ്റ ദീനാണ് ലോകത്ത് കൈകാര്യം ചെയ്തത്. എല്ലാ നബിമാരും സമൂഹത്തെ പഠിപ്പിച്ചത് ഒരേ ആദർശം. അടിസ്ഥാനപരമായ ആദർശങ്ങളിൽ ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനിൽ നിന്ന് എന്തായിട്ടില്ല? വ്യത്യാസം പുലർത്തിയിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം തൊട്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാർ ലോകത്തിന്റെ ഏതെല്ലാം മുക്കുമൂലകളിൽ വന്നോ എല്ലാ നബിമാരും വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു നബിയെയും നാം അയച്ചിട്ടില്ല, ആ നബിക്ക് നാം വഹി കൊടുത്തിട്ടല്ലാതെ ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ആകയാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ. ഇത് പറയാത്ത, ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത, ഇത് വഹി നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരൊറ്റ നബിയും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ നബിമാരും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. നൂഹ് നബിയുടെ കാലത്ത് തൗഹീദ് ഒന്ന് വേറെ, ഇബ്രാഹിം നബിയുടെ കാലമായപ്പോൾ തൗഹീദ് ചേഞ്ച് വന്നു, മൂസാ നബിയുടെ കാലമായപ്പോൾ തൗഹീദിൽ പിന്നെയും ചേഞ്ച് വന്നു. അങ്ങനൊന്നും ഉണ്ടാവില്ല.
തൗഹീദിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് അടിസ്ഥാനപരമായിട്ട് എല്ലാ നബിമാരും പഠിപ്പിച്ചത് ഒരേ തത്വം. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ പുണ്യമുണ്ട്, നാളെ പരലോകത്ത് പുണ്യമുണ്ട്. അംലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസാ വഇബ്രാഹീം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ വഅന്ന സഅയഹു സൗഫ യുറാ സുമ്മ യുജ്സാഹുൽ ജസാഅൽ ലൗഫാ. അല്ലാഹ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിമിന് നൽകപ്പെട്ട ഏടുകളിലും മൂസാക്ക് നൽകപ്പെട്ട ഏടുകളിലും ഒക്കെ എല്ലാവർക്കും നൽകപ്പെട്ട ഒരു നിയമം എന്താണ്? സൽക്കർമ്മങ്ങൾ ആര് ചെയ്താലും അവരുടെ കൂലി കുറഞ്ഞു പോകില്ല. ആര് ചെയ്താലും അവന്റെ അധ്വാനത്തിന് പരലോകത്ത് വിലണ്ട്. പരലോകത്തുള്ള പ്രതിഫലം ആർക്കും കമ്മിയാവൂല. മനുഷ്യന് അവൻ അധ്വാനിച്ചതേ അവകാശപ്പെടാനുള്ളൂ. ഇങ്ങനെയുള്ള പൊതു തത്വങ്ങളൊക്കെ പരലോക വിശ്വാസം, മരണം, മരണാനന്തര ജീവിതം, ഖബറിലെ രക്ഷാശിക്ഷകൾ, അതുപോലെ തന്നെ ലോകത്തിന്റെ അവസാനം, ഖിയാമത്ത് നാള്, അഖീദയുടെ കാര്യങ്ങളൊക്കെ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചിരുന്ന റിസാലത്തിൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, മലക്കുകളുടെ ലോകം, ജിന്നുകളുടെ ലോകം, ശൈത്താന്മാരുടെ ലോകം, അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും, വേദഗ്രന്ഥങ്ങൾ എല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതും പകർന്നു കൊടുത്തതും ഒരേ ആശയം, ഒരു വ്യത്യാസമല്ല. അതുകൊണ്ടാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു പ്രകടമായി വരുന്ന ഒരു അടയാളമാണ് ഖുറൂജുദ് ദജ്ജാൽ. ദജ്ജാലിന്റെ പുറപ്പാട്. ദജ്ജാൽ പുറപ്പെടും അന്ത്യനാളിൽ. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞപ്പോൾ, ഈ ലോകത്തോട് പറഞ്ഞപ്പോൾ അവിടെ ആമുഖമായിട്ട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് താക്കീത് തരുകയാണ് ദജ്ജാലിനെ കുറിച്ച്. ഒരൊറ്റ നബിയും എനിക്ക് മുമ്പ് ഈ ഒരു ശക്തിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ പോയിട്ടില്ല. അപ്പൊ ദജ്ജാലിനെ കുറിച്ച് എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അൻദറ ഉമ്മതഹു, എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിന് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് പോലെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ നബിമാരും പഠിപ്പിച്ചത് ഒരേ തൗഹീദ്, ഒരേ പരലോക വിശ്വാസം, ഒരേ പ്രവാചകന്മാരിലുള്ള, അത് എല്ലാ പ്രവാചകന്മാരെയും അനുസരിക്കണം, വന്നവരെയൊക്കെ അനുസരിക്കണം, അവരുടെ കൽപ്പന അനുസരിക്കണം. അവരിലൂടെ മാത്രമാണ് സത്യത്തിന്റെ നമുക്ക് കാര്യം വ്യക്തമാവുക എന്ന് തുടങ്ങി എല്ലാവരും. അതേ അവസരത്തിൽ പ്രവാചകന്മാരുടെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള മതപരമായ ചില അനുഷ്ഠാന മുറകളിൽ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ ബൗദ്ധികമായ വളർച്ചയെ പരിഗണിച്ചുകൊണ്ട്, സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജാ, നിങ്ങളിൽ ഓരോരുത്തർക്കും നാം ഓരോ ശരീഅത്തും നടപടിക്രമങ്ങളും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിലൊക്കെ വ്യത്യാസം. ലികുല്ലിൻ ജഅൽനാ മൻസകൻ, ഹജ്ജിന്റെ അതുപോലെ തന്നെയുള്ള ചില അനുഷ്ഠാനങ്ങളിലൊക്കെ വ്യത്യാസം. ബലിയുടെ നിയമങ്ങളിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ഗനീമത്തിന്റെ നിയമങ്ങളിൽ, സമരാർജിത സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോമ്പിന്റെ നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് മുസ്ലിമീങ്ങൾ നോമ്പ് എടുക്കുമ്പോ നമുക്ക് ഉറൂബായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പ്രഭാതം വരെ നമുക്ക് ഭക്ഷണം കഴിക്കാം, ഉറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് സൂര്യാസ്തമനം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാം, ഉറങ്ങാൻ പാടില്ല. അതിലിടക്ക് ഉറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ അടുത്ത മഗ്രിബ് വരണം. അങ്ങനെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ വിവാഹം നടന്നിരുന്നു. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളത് വിവാഹം നടക്കണമെങ്കിൽ വേറെ ഏതാ അവിടെ ആണ്, വേറെ ഏതാ പെണ്ണ്. അതുകൊണ്ട് ആ നിലക്കുള്ള വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് വിവാഹം കഴിക്കുന്ന അനുവാദം ഉണ്ടായിരുന്നു. നജസ് വസ്ത്രത്തിലായി കഴിഞ്ഞാൽ കഴുകിയാൽ മതി, ആയിരുന്നില്ല, കട്ട് ചെയ്ത് കളയേണ്ടിയിരുന്നു ആ ഭാഗം. അങ്ങനെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. നോമ്പിന്റെ കാര്യത്തിൽ, നിസ്കാരത്തിന്റെ കാര്യം, നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ എല്ലാവരോടും കൽപ്പിക്കപ്പെട്ടതാണ്, ഹജ്ജൊക്കെ. പക്ഷേ അതിന്റെ രീതികളിലൊക്കെ ചില വ്യത്യാസങ്ങൾ പല പ്രവാചകന്മാരുടെ കാലത്തും ഉണ്ടായിരുന്നു. നിസ്കാരം എല്ലാവർക്കും ഉണ്ടായിരുന്നു, സക്കാത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. നോമ്പും ഉണ്ടായിരുന്നു. അതല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കപ്പെട്ടത് പോലെ. അപ്പൊ പണ്ടുണ്ട് നോമ്പ്.
അങ്ങനെയൊക്കെ. പക്ഷേ വ്യത്യാസങ്ങൾ നടപടിക്രമങ്ങളിൽ, അനുഷ്ഠാന രീതികളിൽ, നിയമങ്ങളിൽ ഒക്കെ വ്യത്യാസങ്ങൾ. സക്കാത്തിന്റെ തോതിലും മറ്റു കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ. നിസ്കാരത്തിന്റെ ടൈമുകളിൽ വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ല, മൂസ നബി അലൈഹി സ്വലാമിന്റെ ജനതക്ക് എത്ര വക്ത നിസ്കാരം നിർബന്ധാക്കിയത്? 50. നമുക്കത് ചുരുക്കി 5 ആക്കി. അങ്ങനെ പല വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അതേ അവസരത്തിൽ ദീനിയായ ഈ കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാവരും ഒന്നാ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ട്, ഞങ്ങൾ അമ്പിയാക്കന്മാര് പല ഉമ്മമാരുടെ മക്കളാണ്. ബാപ്പ ഒന്നാണ്. ഒരു ബാപ്പക്ക് പല ഭാര്യമാരുണ്ടെങ്കിൽ ബാപ്പ ഒന്ന് തന്നെ, അടിസ്ഥാനം ഒന്ന് തന്നെ. പക്ഷെ പല ഉമ്മമാരുടെ മക്കള്, അടിസ്ഥാനമൊക്കെ ഒന്ന് തന്നെ. അതാ ദീനൊക്കെ, ഞങ്ങൾ പഠിപ്പിച്ച ദീനൊക്കെ ഒന്നാണ്. അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ദീനൊക്കെ ഒന്നാണ്. അതേ അവസരത്തിൽ ശരീഅത്തിന്റെ ശർഈയായ ചില നിയമങ്ങളിൽ ചില്ലറ വ്യത്യാസങ്ങൾ, അതായത് കാലഘട്ടത്തിന്റെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഉണ്ടായേക്കാം, ഉണ്ടായിട്ടുമുണ്ട്. അതാണ് ഇസ്ലാമികമായി അവർക്ക് നൽകപ്പെടുന്ന ശരീഅത്തിന്റെ നിയമസംഹിതകളുടെ ഒക്കെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഈ നിലക്കാണ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത്. പ്രമാണങ്ങളിൽ വന്നത് നമ്മൾ വിശ്വസിക്കുന്നു, അതിൽ ഒന്നിനെയും നിഷേധിക്കേണ്ടതില്ല, നിഷേധിക്കാനും പാടില്ല. ആ നിലക്ക് അമ്പിയാക്കളിലുള്ള വിശ്വാസത്തെ നമ്മൾ കൃത്യമായി തന്നെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ നീണ്ട ചരിത്രങ്ങളിലേക്ക് പ്രവേശിക്കുവാനുണ്ട്. അതിലൂടെ ഒരുപാട് ഇബ്റത്തുകൾ നമുക്ക് ലഭ്യമാകാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകിക്കൊണ്ടവൻ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള അവസരമാക്കി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.